Morning everybody. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് ടെക്നോളജിയിലെ ഒരു ടോപ്പിക്കാണ് ന്യൂട്രീഷണൽ ലേബലിംഗ് അല്ലേ. നമുക്ക് ലേബലിംഗ് എന്താണെന്നറിയാം. നമ്മളെല്ലാവർക്കും അറിയാം ഒരു ഫുഡ് പാക്കേജിങ്ങിൽ ഒരു ലേബലിംഗ് ഉണ്ടായിരിക്കും. ലേബൽ ഇല്ലാത്ത ഒരു ഫുഡ് ഐറ്റംസും നമ്മൾ വാങ്ങാറില്ല അല്ലേ. ലേബലിംഗ്, ആ ലേബലിംഗിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ആ ഫുഡിൻ്റെ പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പേരുണ്ടായിരിക്കും, അതിൻ്റെ അകത്ത് എൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടായിരിക്കും, എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രൈസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോഡ് ഉണ്ടായിരിക്കും, ബാർ കോഡ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് ന്യൂട്രീഷണൽ കണ്ടന്റ് അടങ്ങിയ ലേബൽസ് ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് ലേബലിംഗ്, അല്ലെങ്കിൽ ലേബൽ എന്ന് പറയുന്നത് ഒരു ഫുഡ് പാക്കേജിങ്ങിൻ്റെ ലേബൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്രീഷണൽ ലേബലിംഗ് ആണ്. ആ ഫുഡ് പാക്കിൽ എന്താ ന്യൂട്രിയൻ ഫാക്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. ന്യൂട്രിയൻ കണ്ടന്റിനെ പറ്റി ഒരു ലേബൽ ഉണ്ടായിരിക്കും. അതായത് കലോറീസ് എത്രയുണ്ട്, പ്രോട്ടീൻസ് എത്രയുണ്ട്, അങ്ങനെയുള്ള കുറേ കണ്ടന്റ് അടങ്ങിയ ഒരു ലേബൽ എന്തിലുണ്ടായിരിക്കും? ഈ പറയുന്നൊരു ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ പ്രത്യേക ഒരു ടാബുലാർ കോളത്തിൽ ന്യൂട്രീഷണൽ ഫാക്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ന്യൂട്രീഷണൽ ലേബലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂട്രീഷണൽ ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂട്രീഷണൽ പാനൽ ഇൻഫർമേഷൻ അല്ലേ. ന്യൂട്രീഷണൽ പാനൽ ഇൻഫർമേഷൻ എന്നും കൂടി എന്തിനെ അറിയപ്പെടുന്നുണ്ട്? ന്യൂട്രീഷണൽ ലേബലിങ്ങിനെ അറിയപ്പെടുന്നുണ്ട്. ന്യൂട്രീഷണൽ പാനൽ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി നമ്മൾ അറിയപ്പെടും, ന്യൂട്രീഷൻ ഫാക്റ്റ് എന്നും കൂടി അറിയപ്പെടും. അങ്ങനെയായിരിക്കും നമ്മുടെ എന്തിൽ കിടക്കുന്നത്? ഈ പറയുന്ന പാക്കേജിങ്ങിലൊക്കെ കാണപ്പെടുന്നത് അങ്ങനെയായിരിക്കും. ന്യൂട്രീഷണൽ പാനൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഫാക്ട്സ് എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. ഈ ന്യൂട്രീഷണൽ ഫാക്ട്സ് എന്നായിരിക്കും നമ്മുടെ ആ ലേബലിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്തിനാ കൊടുത്തേക്കുന്നതെന്ന് നോക്കിക്കേ. ഫുഡ് പ്രൊഡക്ട്സ് intended for human consumption are subject to mandatory nutritional labeling regulated by FDA അല്ലേ. FDA എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന റെഗുലേഷൻ ആണ്. പബ്ലിക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ബയോളജിക്കൽ ഐറ്റംസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റെഗുലേഷനാണ് എന്തെന്ന് പറയുന്നത്? FDA എന്ന് പറയുന്നത്. ഈ FDA എന്ത് മാൻഡറ്ററി ആക്കിയിട്ടുണ്ട്? ഹ്യൂമൻ കൺസപ്ഷൻ ചെയ്യുന്ന എല്ലാ ഫുഡ് ഐറ്റംസും എന്ത് വേണം എന്നാ പറഞ്ഞേക്കുന്നത്? ലേബലിംഗ്, അതായത് ന്യൂട്രീഷണൽ ലേബലിംഗ് അതിലുണ്ടായിരിക്കണം. മാൻഡേറ്ററി ആണല്ലേ, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, മാൻഡേറ്ററി ആയിരിക്കണം. അപ്പം FDA എന്താ പറഞ്ഞേക്കുന്നത്? ഹ്യൂമൻ കൺസപ്ഷൻ ചെയ്യുന്ന എല്ലാ ഫുഡ് ഐറ്റംസിലും എന്തുണ്ടായിരിക്കണം? ന്യൂട്രീഷണൽ ഫാക്റ്റ് ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ കണ്ടന്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അതിലുണ്ടായിരിക്കണം. പക്ഷേ അതിൽ എക്സെപ്ഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പറയും. അതായത് എല്ലാ ഫുഡ് ഐറ്റംസിലും എന്ത് വേണ്ട? ന്യൂട്രീഷണൽ ഫാക്ട്സ് ഇൻഫോർമേഷൻ വേണ്ട. ആ വേണ്ടാത്ത എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇങ്ങോട്ട് അടുത്തത് വരുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലാണ്ട് നോക്കുവാണെങ്കിൽ, പൊതുവെ നോക്കുവാണെന്നുണ്ടെങ്കിൽ FDA എന്താ പറഞ്ഞേക്കുന്നത്? ഹ്യൂമൻ കൺസപ്ഷൻ ചെയ്യുന്ന എല്ലാ ഫുഡ് ഐറ്റംസിലും എന്തുണ്ടായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? As a result of the Nutritional Labeling and Education Act 1990 NLEA എന്നാണ് Nutritional Labeling and Education Actനെ പറയുന്നത്. There are regulations that specify information food processors must include on their labels, including nutrition ഫാക്ട്സ് അല്ലേ. 1990 ന്യൂട്രീഷണൽ ലേബലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ആക്ടിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഫുഡ് പ്രോസസ്സേഴ്സ്, ഫുഡ് ഉണ്ടാക്കുന്ന ഫുഡ് മാനുഫാക്ചേഴ്സ് അവരുടെ ഫുഡ് ഐറ്റംസിൻ്റെ പാക്കേജിൽ അല്ലെങ്കിൽ ലേബലിങ്ങിൽ ന്യൂട്രീഷണൽ ഫാക്ട്സ് എന്ന് പറയുന്ന കണ്ടന്റ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അല്ലെങ്കിൽ അവരുണ്ടാക്കി വെക്കുന്ന പ്രൊഡക്റ്റിൽ എന്തുണ്ടായിരിക്കണം? ഈ പറഞ്ഞ അതിൻ്റെ ലേബലിൽ എന്തുണ്ടായിരിക്കണം? ന്യൂട്രീഷണൽ ഫാക്ട്സ് ഇൻഫോർമേഷൻ അതിലുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ആര് പറഞ്ഞത്? 1990 ആക്ട് പ്രകാരം ന്യൂട്രീഷണൽ ലേബലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ആക്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് എന്താ, ദ പർപ്പസ് ഓഫ് ദ NLEA. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ന്യൂട്രീഷണൽ ഫാക്ട്സ് കൊടുക്കുന്നത് കൊണ്ടുള്ള ആ ഒരു പർപ്പസ് എന്തെന്നാണ് പറഞ്ഞേക്കുന്നത് NLEA? എന്തൊക്കെയാ? ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് അസിസ്റ്റ് കൺസ്യൂമേഴ്സ് ഇൻ സെലക്ടിങ് ഫുഡ് ദാറ്റ് ക്യാൻ ലീഡ് ടു എ ഹെൽത്തിയർ ഡയറ്റ്. അല്ലേ, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിന് കാരണമായിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഫാക്ട്, ന്യൂട്രീഷണൽ ഫാക്ട് ഇൻഫോർമേഷൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. അല്ലേ, ആ ഒരു പാനൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ ലേബൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലെ ഹെൽത്തിയർ ഡയറ്റിന് കാരണമായിട്ടുള്ള കണ്ടന്റ് ഏതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലേബൽ നോക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് മനസ്സിലായല്ലോ. എന്താ പറഞ്ഞത്? കൺസ്യൂമേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക ഇൻ സെലക്ടിങ് ഫുഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹെൽത്തിയർ ഡയറ്റുള്ള ഫുഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? എലിമിനേറ്റ് കൺസ്യൂമർ കൺഫ്യൂഷൻ. അല്ലേ, കൺസ്യൂമേഴ്സിൻ്റെ കൺഫ്യൂഷൻ നമുക്ക് മാറ്റാൻ പറ്റും ഈ പറയുന്ന ന്യൂട്രീഷണൽ ലേബലിംഗ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ എൻകറേജ് പ്രൊഡക്ഷൻ ഇന്നോവേഷൻ ബൈ ദി ഫുഡ് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ എന്താ, പ്രൊഡക്ഷൻ ഇന്നോവേഷൻ, ഫുഡ് ഇൻഡസ്ട്രീസിലേക്ക് പ്രൊഡക്ഷൻ ഇന്നോവേഷനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ 3 ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ആണ് എന്തോ ഫുഡ് ലേബലിംഗ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ലേബലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഹെൽത്തിയർ ഡയറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്നുള്ളത് കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറെ എന്താ പറഞ്ഞേക്കുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്ഷൻ ഇന്നോവേഷൻ ഫുഡ് ഇൻഡസ്ട്രീസിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് ന്യൂട്രീഷണൽ പാനൽ ഇൻഫോർമേഷൻ എന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. ഇത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ഏതൊരു ഫുഡ് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും അതിൻ്റെ പാക്കേജിൽ ഇങ്ങനൊരു ലേബൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ന്യൂട്രീഷണൽ ഫാക്ട്സ് കണ്ടോ? ന്യൂട്രീഷണൽ ഫാക്ട്സ് എന്ന് പറഞ്ഞൊരു ഇൻഫോർമേഷൻ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. നോക്കിക്കേ, nutritional labels are present on the food label or package in the form of a table and includes nutrient declaration, serving size, percentage, daily value. അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്? ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും എന്തിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്? ഈ ന്യൂട്രീഷണൽ ഫാക്ട്സിൽ പറഞ്ഞേക്കുന്നത്. ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും, സെർവിങ് സൈസ് ഉണ്ടായിരിക്കും, പെർസെൻറ്റേജ്, ഡെയിലി വാല്യൂ. കണ്ടോ, ഈ കണ്ടന്റ് എല്ലാം എന്തിലുണ്ട്? ഈ ന്യൂട്രീഷണൽ ഫാക്ട്സിൽ നമ്മൾ ആ ലേബലിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്? ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ ഓർ ന്യൂട്രീഷണൽ ഫാക്ട്സ് പെർ 100 gram or 100 ml or per serving of the product should be along with. അല്ലേ, നമ്മൾ എന്താ പെർ ഗ്രാമിലാണ് പറയുന്നത്, അല്ലെങ്കിൽ പെർ 100 gram അല്ലെങ്കിൽ പെർ 100 ml. ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ പെർ 100 ml, സോളിഡോ സെമി സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? പെർ 100 gram. അങ്ങനെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ന്യൂട്രീഷണൽ ഫാക്ട്സ്, അതായത് ഇതിൽ വേറെ എന്തൊക്കെ ഉണ്ടായിരിക്കും? എനർജി വാല്യൂ, കിലോ കലോറിയിൽ എനർജി വാല്യൂ നമ്മൾ പറയും. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ കണ്ടന്റ്, കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ്, ഫാറ്റിൻ്റെ കണ്ടന്റ്, സോഡിയത്തിൻ്റെ കണ്ടന്റും കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അല്ലേ, പിന്നെ ഈ ഫാറ്റ് ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമിൽ അല്ലെങ്കിൽ ml ആയിരിക്കും പറയുന്നത്. സോഡിയം എന്ന് പറയുന്നത് mgയിലായിരിക്കും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ന്യൂട്രിയേഷൻ ഓർ ഹെൽത്ത് ക്ലെയിമും കൂടി നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? ഈ പറയുന്ന ന്യൂട്രീഷണൽ ഫാക്ട് ഇൻഫോർമേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അല്ലേ, ഈ പറയുന്ന എനർജീസിൻ്റെ കണ്ടന്റ്, എനർജി കിലോ കാലോറിയിൽ നമ്മൾ പറയും. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ കണ്ടന്റ്, കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടന്റ്, ഫാറ്റിൻ്റെ കണ്ടന്റ്, അതുപോലെ തന്നെ വേറെ എന്താ പറഞ്ഞേക്കുന്നത്? ക്ലെയിമുകൾ പറഞ്ഞിട്ടുണ്ടായി. ന്യൂട്രീഷണൽ ക്ലെയിമോ ഹെൽത്ത് ക്ലെയിമൊക്കെ അന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ന്യൂട്രീഷണൽ ക്ലെയിമും ഹെൽത്ത് ക്ലെയിമും എല്ലാം നമ്മൾ എന്തിൽ പറയും? ഈ പറയുന്ന ന്യൂട്രീഷണൽ ഫാക്ട് ഇൻഫോർമേഷൻ, ന്യൂട്രീഷണൽ ഫാക്ട്സിൽ, ന്യൂട്രീഷണൽ പാനൽ ഇൻഫോർമേഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷൻ. ഇനി ഓരോ കാര്യമാണ് പറയുന്നത്. ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷൻ നമ്മൾ പെർസെൻറ്റേജ്, ഡെയിലി വാല്യൂ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണ്.
ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷൻ നോക്കിക്കേ. All nutritional information is provided per 100 gram or 100 ml or per single consumption pack of the product on the label containing the following nutrients. ഈ ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷനിലാണ് എന്തൊക്കെ വരുന്നത്? എനർജി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, അല്ലെങ്കിൽ ടോട്ടൽ ഷുഗേഴ്സ്, ആഡഡ് ഷുഗേഴ്സ്, അതെല്ലാം ഒരു കാറ്റഗറി വരുന്നതാണ്. ടോട്ടൽ ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ്, സോഡിയം. ഓക്കെ, ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ നമ്മൾ എന്തും കൂടെ ചെയ്യണം? ക്ലെയിം, ന്യൂട്രിയൻറ്റ് ക്ലെയിമും കൂടി ഉൾപ്പെടുത്തിയിരിക്കണം. ഇത്രയുമാണ് എന്തിൽ വരുന്നത്? ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? സെർവിങ് സൈസ്. സെർവിങ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ കണ്ടായിരുന്നു, ഇത് കണ്ടോ സെർവിങ് സൈസ്? ഈ ഒരു ലേബലിൽ കണ്ടോ സെർവിങ് സൈസ് എന്ന് കൊടുത്തേക്കുന്നത്? 2/3 കപ്പ്. 2/3 കപ്പ്, അതായത് ഒരു സെർവിങ്സ് എന്ന് പറയുന്നത് 2/3 per 100 ഗ്രാം, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ 2/3 കപ്പ്. 2/3 കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു ഇതിൽ നമ്മൾ എത്ര വരും? 55 ഗ്രാം വരും. അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക, അത് എത്ര ഗ്രാം വരും? അതാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്? സെർവിങ് സൈസ് എന്ന് പറയുന്നത്. സോ സെർവിങ് സൈസ് എന്താണ്? നോക്കിക്കേ, സെർവിങ് സൈസ് എന്ന് പറഞ്ഞാൽ സെർവിങ് ഓർ സെർവ് സൈസ് മീൻസ് ആൻ എമൗണ്ട് ഓഫ് ഫുഡ് കസ്റ്റമർലി കൺസ്യൂമഡ് പെർ ഈറ്റിംഗ് ഒക്കേഷൻ ഓർ ആസ് ഡിഫൈൻഡ് ഓൺ ദ ലേബൽ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മെട്രിക് യൂണിറ്റ്സ്. അല്ലേ, നമ്മൾ പെർ സെർവിങ്സ്, ഒരു തവണ സെർവ് ചെയ്യുന്നത് എത്രയാണെന്നുള്ളതും കൂടി എന്തിലുണ്ടായിരിക്കും? ആ ലേബൽ ഇൻഫോർമേഷൻ, ആ ന്യൂട്രീഷണൽ ഫാക്റ്റിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ മെട്രിക് യൂണിറ്റ്സിലാണ് പറയുന്നത്. അല്ലേ, അവിടെ ഗ്രാം നമ്മൾ പറഞ്ഞു, ഗ്രാമിലോ അങ്ങനെ വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ ML അങ്ങനെ മെട്രിക് യൂണിറ്റ്സിലായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്? ആ സെർവിങ് സൈസ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ദ ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഇൻ എ സെർവിങ് ഈസ് ഡിക്ലയർഡ് ഇൻ ദ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ പാനൽ. അല്ലേ, അതാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ആവറേജ് ക്വാണ്ടിറ്റി, ആ ഫുഡിൻ്റെ ആവറേജ് ക്വാണ്ടിറ്റി, ഒരു സെർവിങ്സിൽ എന്തുമാത്രം ക്വാണ്ടിറ്റി സെർവ് ചെയ്യാം. നമ്മൾ ആദ്യങ്ങളിൽ 2/3 കപ്പ് എന്ന് പറഞ്ഞില്ലേ, അതെന്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലുണ്ടായിരിക്കും? ഈ പറയുന്ന ഇൻഫർമേഷൻ, ന്യൂട്രീഷൻ ഇൻഫർമേഷൻ പാനലിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താ പറയുന്നത്? ദ സെർവിങ് സൈസ് ഈസ് ഡിക്ലയർഡ് ഇൻ ഗ്രാംസ് ഇഫ് ദ ഫുഡ് ഈസ് സോളിഡ് ഓർ സെമി സോളിഡ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സെമി സോളിഡ് അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ അത് നമ്മൾ ഗ്രാംസിലാണ് പറയുന്നത്. നെക്സ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള ഫുഡാണെങ്കിൽ നമ്മൾ ML ആയിരിക്കും പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സോളിഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഗ്രാമിലും, ലിക്വിഡ് ആയിട്ടുള്ള ഫുഡിനെ നമ്മൾ എന്താ പറയുന്നത്? ML-ലുമായിരിക്കും പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ നമ്പർ ഓഫ് സെർവിങ്സ് ഇൻ ദ പാക്കേജ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യം മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ. പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദിവസം എന്തുമാത്രം ഇത് നമ്മൾ കൺസ്യൂം ചെയ്യണം. ഇപ്പം കാൽസ്യം ആണെങ്കിൽ ഒരു ദിവസം എത്ര പെർസെൻറ്റേജ് നമുക്ക് കൺസ്യൂം ചെയ്യുന്നത്? RDA വാല്യൂ പറയും അല്ലേ, റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് പറയും. ഒരു ദിവസം എത്ര ഇൻടേക്ക് ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ പറയും. അതാണ് പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ എന്ന് പറയുന്നത്. അതിലെന്താ പറഞ്ഞേക്കുന്നത്? പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ ഈസ് ഓൾസോ നോൺ ആസ് പെർസെൻറ്റേജ് ഗൈഡ്ലൈൻ ഡെയിലി എമൗണ്ട്, GDA എന്നും കൂടിയാണ് അതിനെ അറിയപ്പെടുന്നത്. GDA എന്താ പറഞ്ഞേക്കുന്നത്? ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ ഡെയിലി വാല്യൂ ഫോർ ഈച്ച് ന്യൂട്രിയൻറ്റ് ഇൻ എ സെർവിങ് ഓഫ് ദ ഫുഡ്. അല്ലേ, ഒരു സെർവിങ്സിൽ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് അതിൽ കാൽസ്യം നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് പ്രോട്ടീൻ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന GDA-യിൽ, പെർസെൻറ്റേജ് GDA-യിലാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ദി ഡെയിലി വാല്യൂസ് ആർ റെഫറൻസ് എമൗണ്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്, മില്ലിഗ്രാംസ് ആൻഡ് മൈക്രോഗ്രാംസ്. അല്ലേ, നമ്മൾ ഡെയിലി വാല്യൂസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? മില്ലിഗ്രാംസിലും മൈക്രോഗ്രാംസിലും ഗ്രാംസിലായിരിക്കും. ഓഫ് ന്യൂട്രിയൻസ് ടു കൺസ്യൂം ഓർ നോട്ട് എക്സീഡ് ഈച്ച് ഡേ. ആ പറഞ്ഞേക്കുന്ന ലിമിറ്റിൽ കൂടുതൽ ഒരു ദിവസം നമ്മൾ കഴിക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അതാണല്ലോ RDA-യിൽ പറയുന്നത്. ഒരു ഡെയിലി ഇൻടേക്ക് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? കൺസ്യൂം ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ദ പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ ഷോ
how much a nutrient in a serving of a food contribute to a total daily diet. It helps consumers to determine if a serving of food is high or low in a nutrient. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം ഒരാൾ ആ ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ ഒരു ദിവസം എത്രയൊക്കെ കൺസ്യൂം ചെയ്യണം എന്നുള്ളത് നമുക്കൊരു അറിഞ്ഞിരിക്കാനായിട്ട് പറ്റും. അപ്പം ഈ പേഴ്സണൽ ഡെയിലി വാല്യൂ എന്നുള്ളത് കൊണ്ട് അതാണ് പറയുന്നത്, എന്താണ്, ഇറ്റ് ഹെൽപ്സ് കൺസ്യൂമേഴ്സ് ടു ഡിറ്റർമൈൻ ഇഫ് എ സെർവിങ് ഓഫ് ഫുഡ് ഈസ് ഹൈ ഓർ ലോ ഇൻ എ ന്യൂട്രിയൻ. ആ ന്യൂട്രിയൻറ്റിൽ ആ ഒരു ഫുഡിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ പറയുന്ന പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് ആ ഹെൽത്തി ഡയറ്റിൽ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്താണ് ന്യൂട്രിയൻറ്റ് ലേബലിംഗ്, എന്താണ് അതിൻ്റെ അകത്ത് വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഒന്നുകൂടി നമുക്ക് നോക്കാം. ന്യൂട്രീഷണൽ ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ഒരു ഫുഡ് പാക്കേജിങ്ങിൻ്റെ ലേബലിൽ ന്യൂട്രിയൻറ്റ് കണ്ടൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂട്രിയൻറ്റ് ലേബലിംഗ് അല്ലെങ്കിൽ ന്യൂട്രിയൻറ്റ് പാനൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ന്യൂട്രിയൻറ്റ് ഫാക്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂട്രിയൻറ്റ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എടുക്കുന്ന പാക്കേജിൽ ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പം കൺസ്യൂം ചെയ്യുന്ന ഹ്യൂമൻ കൺസംഷൻ ചെയ്യുന്ന എല്ലാ ഫുഡിലും ഈ പറയുന്ന ന്യൂട്രിയൻറ്റ് ലേബലിംഗ് മാൻഡറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ്. ആര് പറഞ്ഞത്? FDA പറഞ്ഞത്. FDA ആരാണ്? ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ റെഗുലേറ്ററി ബോഡിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? പബ്ലിക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന റെഗുലേറ്ററി ബോഡിയാണ് FDA എന്ന് പറയുന്നത്. അപ്പോൾ FDA എന്താ പറഞ്ഞേക്കുന്നത്? FDA പറഞ്ഞേക്കുന്നത് നോക്കിക്കേ, ഹ്യൂമൻ കൺസെപ്ഷൻ ചെയ്യുന്ന ഫുഡിലെല്ലാം എന്ത് നിർബന്ധമാണെന്നാണ്? ന്യൂട്രീഷൻ ലേബലിംഗ്. ഫുഡ് പ്രൊഡക്ട്സ് ഇന്റൻഡഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ ആർ സബ്ജക്ട് ടു മാൻഡേറ്ററി ന്യൂട്രീഷണൽ ലേബലിംഗ്. നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? 1919 NLEA ആക്ട്, ന്യൂട്രീഷണൽ ലേബലിംഗ് എഡ്യൂക്കേഷൻ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഫുഡ് പ്രോസസ്സേഴ്സ് എന്ത് ചെയ്യണം, അവർ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഫുഡിൽ ആ ലേബലിങ്ങിൽ എന്ത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് NLEA പറഞ്ഞേക്കുന്നത്? എന്തുണ്ടായിരിക്കണം? ന്യൂട്രീഷണൽ ഫാക്ട്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. നിർബന്ധമായിട്ടും അതിലുണ്ടായിരിക്കണം. ഇനിയും അത് പറയുന്ന പർപ്പസസ് എന്തൊക്കെയാണ്, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കൺസ്യൂമേഴ്സിനെ കൺഫ്യൂഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? പിന്നെ ഒരു ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്നുള്ളത് നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ ഫുഡിനെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് കൺസ്യൂമേഴ്സ് നമുക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രീസിലുള്ള ഇന്നോവേഷൻസ് ഒക്കെ നമുക്ക് എൻകറേജ് ചെയ്യാനായിട്ട്, പ്രൊഡക്ഷൻ ഇന്നോവേഷനൊക്കെ നമുക്ക് എൻകറേജ് ചെയ്യാനായിട്ടും പറ്റും. പിന്നെ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫുഡ് പാക്കേജിൽ നമ്മൾ ന്യൂട്രീഷണൽ ഫാക്ട്സ് കാണപ്പെടുന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ, 8 servings പെർ കണ്ടെയ്നർ. ഒരു കണ്ടെയ്നറിൽ 8 സെർവിങ്സ് വരെ ഉണ്ടായിരിക്കും. സെർവിങ് സൈസ് പറഞ്ഞത് എത്രയാണ്? 2/3 കപ്പ്, 55 ഗ്രാം. അങ്ങനെ ഓരോ കലോറീസിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും. കണ്ടോ, പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ നോക്കിക്കേ. ടോട്ടൽ ഫാറ്റ് 10%, സാച്ചുറേറ്റഡ് ഫാറ്റ് 1 gram 5%. അങ്ങനെ പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ, ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷനും സെർവിങ് സൈസും എല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? നോക്കിക്കേ, ന്യൂട്രീഷണൽ ലേബിൾസ് ആർ പ്രസൻറ്റ് ഓൺ ദ ഫുഡ് ലേബിൾ ഓർ പാക്കേജ് ഇൻ ദ ഫോം ഓഫ് എ ടേബിൾ. ടേബിളിൻ്റെ രൂപത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത്. നമ്മുടെ ഫുഡ് ലേബലിങ്ങിൽ അല്ലെങ്കിൽ ഫുഡ് പാക്കേജിങ്ങിൽ ഒരു ടേബിളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ആ ടേബിളായിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും? ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, സെർവിങ് സൈസ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും, പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ, ഡെയിലി റെക്കമെൻഡഡ് വാല്യൂസ് എത്രയാണെന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് എന്താ നമ്മൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പുറത്ത് പറയുന്നത്. ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷനിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത്. എനർജി വാല്യൂ, കിലോ കലോറിയിൽ എനർജി വാല്യൂ, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ടോട്ടൽ ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ്, സോഡിയം. അതുകൂടെ തന്നെ എന്തും കൂടി ഉണ്ടായിരിക്കണം, ന്യൂട്രിയൻറ്റ് ക്ലെയിമും കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. ന്യൂട്രിയൻറ്റ് ക്ലെയിമും ഹെൽത്ത് ക്ലെയിമും എന്താണെന്ന് നമ്മൾ പറയും. ന്യൂട്രിയൻറ്റ് ക്ലെയിം
ന്യൂട്രിയൻറ്റ് ക്ലെയിമും കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. അതുപോലെ നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്, സെർവിങ് സൈസ് അല്ലേ. സെർവിങ് സൈസിൽ നമ്മൾ എന്താ പറഞ്ഞത്, എത്ര ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഒരു സെർവിങ്സിൽ ഉള്ള ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് എത്രയാണെന്നുള്ള ഇവിടെ മെൻഷൻ ചെയ്തേക്കണം. ന്യൂട്രീഷണൽ പാനൽ ഇൻഫോർമേഷൻ, ന്യൂട്രീഷൻ ഫാക്ട്സിൽ നമ്മൾ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ അതെങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ള ഫുഡിനെ നമ്മൾ ഗ്രാമിലും ലിക്വിഡ് ആയിട്ടുള്ള ഫുഡിനെ നമ്മൾ എങ്ങനെയായിരിക്കും ml അല്ലെങ്കിൽ മില്ലി ലിറ്റേഴ്സിലായിട്ടായിരിക്കും പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, പേഴ്സണൽ ഡെയിലി വാല്യൂ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെർവിങ് സൈസ് അല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ, പേഴ്സണൽ ഡെയിലി വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി കഴിക്കേണ്ട എമൗണ്ട്, RDA ഡെയിലി റെക്കമെൻഡഡ് വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം എത്രമാത്രം നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ, അതും കൂടി എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം, ആ ന്യൂട്രീഷണൽ ഫാക്ട്സ് ഇൻഫോർമേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതിൽ ഡെയിലി വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഇതിനെ വേറൊരു പേരും കൂടിയാണ് അറിയപ്പെടുന്നത്, ഗൈഡ് ലൈൻ ഡെയിലി എമൗണ്ട്, GDA എമൗണ്ട് എന്നും കൂടി, GDA എന്നും കൂടി അറിയപ്പെടും. ഇത് പിന്നെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, മൈക്രോഗ്രാംസിലോ മില്ലിഗ്രാംസിലോ ഗ്രാംസിലോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞേക്കുന്നതിലും അപ്പുറം ഒരു ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട് പാടില്ല. അതിലൊരു ഡെയിലി റെക്കമെൻഡഡ് വാല്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൺസ്യൂം ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് വഴി, പേഴ്സണൽ ഡെയിലി വാല്യൂ ഉള്ളത് വഴി ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അവർ ഡെയിലി ഡയറ്റിൽ എന്തുമാത്രം കണ്ടന്റ്, എത്ര ഗ്രാംസ് അല്ലെങ്കിൽ എത്ര mg ഓഫ് കണ്ടന്റ് ഉൾപ്പെടുത്താം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു, എന്താ FDA പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ കൺസപ്ഷൻ ചെയ്യുന്ന എല്ലാ ഫുഡ് ഐറ്റംസിലും എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ന്യൂട്രീഷണൽ ഫാക്ട്സ് ഉണ്ടായിരിക്കണം, ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു അതിൽ എക്സെപ്ഷണൽ കേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ എക്സെപ്ഷണൽ കേസസ് ഉള്ള ഫുഡ് ഏതൊക്കെയാണെന്നൊന്ന് ഓർത്തിരിക്കണം. ചിലപ്പം അത് ചോദിക്കാം അല്ലേ, എക്സാമിന് ചോദിക്കാം. ഈ എക്സെപ്ഷണൽ കേസസ് ഉള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് ചിലപ്പം ചോദിക്കാം. അങ്ങനെയുള്ള കേസസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ദ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ may not be necessary in case of the following categories. നോക്കിക്കേ, food which are single ingredient products like sugar, jaggery, salt, spices, water, അങ്ങനെയുള്ള സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് പ്രോഡക്ട്സിനൊന്നും എന്ത് വേണ്ട, ന്യൂട്രീഷണൽ ലേബലിംഗ് വേണ്ട. സിംഗിൾ പ്രൊഡക്ട്സ്, സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ, ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം ജാഗറി ആണെങ്കിൽ ജാഗറി മാത്രമേ ഉള്ളൂ, ഷുഗർ ആണെങ്കിൽ ഷുഗർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ ആഡ് ഓൺ ചെയ്യുന്നില്ല. സോൾട്ട് ആണെങ്കിലും അങ്ങനെ, വാട്ടർ ആണെങ്കിലും അങ്ങനെ. അങ്ങനെയുള്ളതിലൊന്നും നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ളതിലൊന്നും എന്ത് വേണ്ട, ന്യൂട്രീഷണൽ ഫാക്ട്സ് നിർബന്ധം ഇല്ല. ന്യൂട്രീഷണൽ ഫാക്ട്സ് ഇൻഫർമേഷൻ വേണമെന്നില്ല, സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് പ്രോഡക്ട്സിൽ വേണ്ട. നെക്സ്റ്റ് എന്താ, നോൺ ന്യൂട്രിറ്റീവ് പ്രൊഡക്ട്സ്. നോൺ ന്യൂട്രിറ്റീവ് പ്രൊഡക്ട്സ് ആയ കോഫി, ടീ, കോണ്ടിമെന്റ്സ്, ഇതിലൊന്നും എന്ത് ആവശ്യമില്ല, ഈ പറയുന്ന ന്യൂട്രീഷണൽ ഫാക്ട്സ് വേണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ പാക്കേജിനൊന്നും വേണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ പാക്കേജ്ഡ് ഫ്രഷ് പ്രോഡക്ട്സ് ലൈക്ക് ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സീ ഫുഡ്, എഗ്, ഫ്രഷ് മീറ്റ്, അങ്ങനെയുള്ളതിലും എന്ത് വേണ്ട, ഈ പറയുന്ന ന്യൂട്രീഷണൽ ഫാക്ട്സ് ഇൻഫർമേഷൻ വേണ്ട. നെക്സ്റ്റ് എന്താ പറയുന്നത്, റോ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ലൈക്ക് വീറ്റ്, റൈസ്, സിറിയൽസ്, സ്പൈസസ്, അങ്ങനെയുള്ളതിലും എന്ത് വേണ്ടെന്നാണ് പറയുന്നത്, ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ കൊടുക്കണ്ട. നെക്സ്റ്റ് അതുപോലെ തന്നെ ഫുഡ് സെർവ്ഡ് ഫോർ ഇമ്മീഡിയറ്റ് കൺസപ്ഷൻ, അതായത് ഹോസ്പിറ്റൽസിലും ഹോട്ടൽസിലൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സെർവ് ചെയ്യുന്ന ഫുഡുകൾ ഉണ്ടായിരിക്കുമല്ലോ. ആ ഫുഡ് സർവീസസോ അല്ലെങ്കിൽ ഈ വെൻഡേഴ്സ്, ഹൽവായസ് എന്ന് പറയുമ്പോൾ കൺഫെക്ഷനേഴ്സ് ആണ്, ചോക്ലേറ്റ്സ് ഒക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നവർ. അപ്പോൾ അവരൊക്കെ അവരൊക്കെ ചില ഫുഡ് സർവീസസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫുഡ് വെൻഡേഴ്സ് ഒരു ഇമ്മീഡിയറ്റ്ലി സെർവ് ചെയ്യുന്ന ഫുഡിലൊന്നും ഹോസ്പിറ്റൽസിൽ അങ്ങനെ ഹോട്ടൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അങ്ങനെ ചെയ്യുന്നതിലൊന്നും നമുക്ക് എന്ത് വേണ്ട എന്നാണ് പറയുന്നത്, ന്യൂട്രീഷണൽ
ഫാക്ട് ഇൻഫർമേഷൻ വേണ്ട എന്നാ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഫുഡ് ഷിപ്പ്ഡ് ഇൻ ബൾക്ക് വിച്ച് ഇസ് നോട്ട് സെയിൽ ഇൻ ദാറ്റ് ഫോം ടു കൺസ്യൂമേഴ്സ്. അതായത് ഈ ഷിപ്പിലൊക്കെ നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകും, പക്ഷെ അങ്ങനെ തന്നെ അത് എന്ത് ചെയ്യുന്നില്ല, കൺസ്യൂമേഴ്സിന് സെയിൽ ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിലും എന്ത് വേണ്ട, ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഫാക്ട്സ് വേണ്ട എന്നാണ് FDA പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, if a claim is made about any of the optional components, or if a food is fortified or enriched with any of them, nutritional information of these components became mandatory. പക്ഷേ നമ്മൾ പറഞ്ഞു ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് മറ്റുള്ളതായിട്ട് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോർട്ടിഫൈ ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ കൊടുക്കണം, ന്യൂട്രീഷണൽ ഫാക്ട്സ് കൊടുക്കണം എന്നുള്ളത് എന്താണ്, മാൻഡേറ്ററി ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് എ ക്ലെയിം ഈസ് മെയ്ഡ് അബൌട്ട് എനി ഓഫ് ദ ഓപ്ഷണൽ കമ്പോണൻസ്, ഓർ ഇഫ് എ ഫുഡ് ഈസ് ഫോർട്ടിഫൈഡ് ഓർ എൻറിച്ച്ഡ് വിത്ത് എനി ഓഫ് ദം, ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ ഓഫ് ദീസ് കമ്പോണൻസ് ബിക്കെയിം മാൻഡേറ്ററി. ഇത് സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല, ഫുഡ് ഫാക്ട്സിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ട്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മൾ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഫോർട്ടിഫൈ ചെയ്ത് എൻറിച്ച് ചെയ്ത് നമ്മളൊരു സാധനം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ഉൾപ്പെടുത്തണം, ഈ പറയുന്ന ന്യൂട്രീഷണൽ ലേബലിംഗ് ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ഫുഡ് ഇൻ വിച്ച് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് or bakery shortenings is used shall declare on the label that hydrogenated vegetable fats or bakery shortenings used and contains trans fat. അല്ലേ, അതായത് ഈ ഫുഡ് ഐറ്റംസിൽ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ഫുഡ് ഐറ്റംസിലേക്ക് എന്തുണ്ടെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ്സോ അല്ലെങ്കിൽ ബേക്കറി ഷോർട്ടനിങ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രത്യേകം മെൻഷൻ ചെയ്യണം. എങ്ങനെയാ മെൻഷൻ ചെയ്യേണ്ടത്, ഇറ്റ് കണ്ടെയ്ൻസ് ട്രാൻസ് ഫാറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ലേബലിൽ മെൻഷൻ ചെയ്തിരിക്കണം. എന്തൊക്കെയുണ്ടെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് അല്ലെങ്കിൽ ബേക്കറി ഷോർട്ടനിങ്സ് നമ്മൾ ആ ഫുഡ് പ്രൊഡക്റ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലേബലിൽ എന്ത് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ എന്ത് നമ്മൾ പറയണം, അതിൻ്റെ അകത്ത് ട്രാൻസ് ഫാറ്റ് ഉണ്ടെന്ന് പറയണം അല്ലേ. ട്രാൻസ് ഫാറ്റ് അറിയാം, നമുക്കറിയാം ട്രാൻസ് ഫാറ്റ് വഴി നമുക്ക് ട്രാൻസ് ഫാറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴി നമുക്ക് കൊളസ്ട്രോളും ഹാർട്ട് റിസ്ക് ഒക്കെ ക്രോണൽ ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടാവാനുള്ള കൊറോണിക് ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ, ട്രാൻസ് ഫാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി. അപ്പോൾ ട്രാൻസ് ഫാറ്റ് അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം അതിൽ മെൻഷൻ ചെയ്തേക്കണം, ആ ലേബലിൽ നമ്മൾ മെൻഷൻ ചെയ്തേക്കണം. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഹെൽത്ത് ക്ലെയിം ഓഫ് ട്രാൻസ് ഫാറ്റ് ഫ്രീ മേ ബി മെയ്ഡ് ഇൻ കേസസ് വെയർ ദ ട്രാൻസ് ഫാറ്റ് ഈസ് ലെസ് ദാൻ 0.2 gram per serving of the food. അതായത് ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണെന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഹൈഡ്രോജനേറ്റഡ് ഓയിലോ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റോ ബേക്കറി ഷോർട്ടനിങ്സോ ഇല്ലെന്നുണ്ടെന്ന് നമ്മൾ അതിൽ പറയണമെങ്കിൽ അത് എത്ര ഉണ്ടായിരിക്കണം, അതിൻ്റെ ട്രാൻസ് ഫാറ്റിൻ്റെ കണ്ടന്റ് എത്ര ആയിരിക്കണം, ലെസ് ദാൻ 0.2 gram ആയിരിക്കണം അല്ലേ. പെർ സെർവിങ്സിൽ ലെസ് ദാൻ 0.2 gram ആണ് ആ പ്രൊഡക്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലേബിളിൽ നമുക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാം, ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണെന്ന്. അങ്ങനെ നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലേ ട്രാൻസ് ഫാറ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ പ്രൊഡക്ട്സ് കണ്ടിട്ടുണ്ട്. ഇനിയും അതൊരു ഹെൽത്ത് ക്ലെയിം ആയിട്ട് നമ്മൾ പറയുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ക്ലെയിം ആയിട്ട് പറയുന്നത് എന്താണ്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ. സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ ആണ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്തു, ലേബലിൽ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ ആണെന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൽ എങ്ങനെയായിരിക്കും, സാച്ചുറേറ്റഡ് ഫാറ്റ് ഡസ് നോട്ട് എക്സീഡ് 0.1 gram.
0.1 ഗ്രാമിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഡസ് നോട്ട് എക്സീഡ് 0.1 gram per 100 gram or per 100 ml of food. 100 gram per 100 gram അല്ലെങ്കിൽ per 100 ml of ഫുഡിൽ 0.1 ഗ്രാമിൽ കൂടുതൽ എന്ത് ഉണ്ടാവാൻ പാടില്ല? സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ലേബലിൽ എങ്ങനെ മെൻഷൻ ചെയ്യാം? അത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഇത് മനസ്സിലായോ? എന്താ പറഞ്ഞാൽ ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ്സോ അല്ലെങ്കിൽ ബേക്കറി ഷോർട്ടനിങ്സോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലേബിൾ എന്ത് മെൻഷൻ ചെയ്യണം? കണ്ടെയ്ൻസ് ട്രാൻസ് ഫാറ്റ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. ഇനിയും ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് ഫ്രീ എന്ന് നമ്മൾ ലേബിൾ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള കണ്ടന്റ് എത്രയാവണം? ലെസ് ദാൻ 0. ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0.2 gram ആയിരിക്കണം. ഇനിയും സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ ആണെന്ന് നമ്മൾ ലേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിലോ 0.1 ഗ്രാമിനും എക്സീഡ് ചെയ്യാനായിട്ട്, അതിൽ കൂടുതലാകാനായിട്ട് പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. കാരണം ഇതിൻ്റെ ഒരു ടാബ്ലർ കോളം വരുന്നുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ, പ്രോട്ടീൻ എത്ര ആവണം, എനർജീസ് എത്ര ആവണം, അല്ലെങ്കിൽ കലോറീസ് എത്ര ഉണ്ടാവണം, സോഡിയത്തിൻ്റെ കണ്ടന്റ് എത്ര ഉണ്ടാവണം, വൈറ്റമിൻസിൻ്റെ കണ്ടന്റ് എത്ര ഉണ്ടായിരിക്കണം, അതൊക്കെ ഒരു ടാബ്ലാക്കോളമായിട്ട് വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കണം. അത് ചോദിക്കാം, ഇതൊക്കെ നമുക്ക് ചോദിക്കാം എക്സാം, കാരണം മുമ്പ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഈ നമ്മൾ ക്ലെയിംസിനെ പറ്റിയാണ് പറയുന്നത്. ക്ലെയിംസിലെ കോമ്പൻസേഷൻ ക്ലെയിംസ്, ഹെൽത്ത് ക്ലെയിം, ന്യൂട്രിയൻ ക്ലെയിം, എന്തൊക്കെയാണ് അതിലാണ്, നമ്മൾ ഇന്ന കാര്യങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം എടുത്ത് പറഞ്ഞ ക്ലെയിംസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, എനി ഹെൽത്ത് ക്ലെയിം ഓർ ന്യൂട്രീഷൻ ക്ലെയിം ഓർ റിസ്ക് റിഡക്ഷൻ ക്ലെയിം മെയ്ഡ് ഇൻ ദ ലേബൽ will be thoroughly scrutinized by the FSSAI authority. അല്ലേ, ഒരു ലേബലിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പറഞ്ഞു, ന്യൂട്രിയൻറ്റ് ഡിക്ലറേഷൻ പറഞ്ഞു, ഡെയിലി സെർവിങ്സിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഡെയിലി വാല്യൂവിൻ്റെ കാര്യം പറഞ്ഞു, സെർവിങ് സൈസിൻ്റെ കാര്യം പറഞ്ഞു. അത് കൂടാണ്ട് തന്നെ ആ ലേബൽ എന്ത് കൂടെ ഉണ്ടായിരിക്കണം? ഹെൽത്ത് ക്ലെയിം, ന്യൂട്രീഷണൽ ക്ലെയിം അല്ലെങ്കിൽ റിസ്ക് റിഡക്ഷൻ, ഇത്രയും കാര്യങ്ങളും കൂടി ആ ലേബലിൽ നമ്മൾ ന്യൂട്രീഷണൽ ഫാക്ട് ഇൻഫോർമേഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അല്ലേ, അതെന്തൊക്കെയാണ് നോക്കിക്കേ? ഹെൽത്ത് ക്ലെയിം. ഹെൽത്ത് ക്ലെയിം എന്ന് പറയുമ്പം എന്താണ് ഹെൽത്ത് ക്ലെയിം? നോക്കിക്കേ, എ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എ ഫുഡ് ഓർ എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ദാറ്റ് ഫുഡ് ആൻഡ് ഹെൽത്ത്. അല്ലേ, ഹെൽത്ത് ക്ലെയിം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒരു ഫുഡോ അല്ലെങ്കിൽ ആ ഫുഡിലൊരു കോൺസ്റ്റിറ്റ്യൂവൻറ്റോ ആൻഡ് ഹെൽത്ത്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് ക്ലെയിം എന്ന് പറയുന്നത്. അല്ലേ, എക്സാമ്പിൾ നോക്കിക്കേ, കാൽസ്യം ബിൽഡ് സ്ട്രോങ് ബോൺസ്. കാൽസ്യം എന്ന് പറയുന്നത് എന്താണ്? അതിലുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു ഫുഡിലുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കാൽസ്യം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഇറ്റ് സ്ട്രോങ് ബോൺസ്. അല്ലേ, നമ്മുടെ ഹെൽത്തിനെ സംബന്ധിച്ച റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫുഡ് ഇൻഗ്രീഡിയൻറ്റും ഹെൽത്തും തമ്മിലുള്ള റിലേഷനാണ് കൊടുത്തിരുന്നത്. കാൽസ്യം എന്ത് ചെയ്യും? ബോൺസിനെ സ്ട്രോങ് ആക്കും. അല്ലേ, അത് അപ്പം ആ ഒരു ഹെൽത്ത് ക്ലെയിം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പറഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ഫൈബർ സപ്പോർട്ട് ഹെൽത്തി ഡൈജഷൻ. അല്ലെ, ഫൈബേഴ്സ്, ഡയറ്ററി ഫൈബേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ഹെൽത്തി ആയിട്ടുള്ള ഡൈജഷനെ സപ്പോർട്ട് ചെയ്യും. അതും ഒരു ഹെൽത്ത് ക്ലെയിം ആണ്. നെക്സ്റ്റ്, വൈറ്റമിൻ സി ബൂസ്റ്റ് ഇമ്മ്യൂൺ ഫങ്ഷൻ. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. ആര്? വൈറ്റമിൻ സി. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് ക്ലെയിം എന്ന് പറയുന്നത്. അല്ലേ, അതായത് ഒരു ഫുഡോ അല്ലെങ്കിൽ ഫുഡിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റോ ആൻഡ് ഹെൽത്ത്, ഇത് തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് ക്ലെയിം എന്ന് പറയുന്നത്. അപ്പം ആ ക്ലെയിം അല്ലെങ്കിൽ ആ ക്ലെയിം എന്താണെന്നുള്ളത് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. കാരണം ഹെൽത്ത് ക്ലെയിം, ന്യൂട്രിയൻ ക്ലെയിം ഒക്കെ നമ്മൾ ആ ഇൻഫർമേഷൻ, ന്യൂട്രിയൻ പാനൽ ഇൻഫർമേഷൻ നമ്മൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, റിസ്ക് റിഡക്ഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞുതരാം. അപ്പം നോക്കിക്കേ, ഹെൽത്ത് ക്ലെയിം എന്താണെന്ന് മനസ്സിലായല്ലോ. ന്യൂട്രീഷൻ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, എ ഫുഡ് ഹാസ് പർട്ടിക്കുലർ ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് വിച്ച് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ എനർജി വാല്യൂ but include protein, fat, carbohydrates, vitamins and minerals. അല്ലേ, അതായത് ന്യൂട്രീഷണൽ ക്ലെയിമിൽ നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ആണ്. എനർജി വാല്യൂവിന് ഉപരി നമ്മൾ അതിൽ ഉൾപ്പെടുത്തി പറയേണ്ട കാര്യങ്ങളാണ് പ്രോട്ടീന്,
ഫാറ്റ് നമ്മൾ പറയുന്നത് ലോ ഫാറ്റ് അല്ലെങ്കിൽ ലോ ഷുഗർ, ഷുഗർ ഫ്രീ, ലോ സോഡിയം അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് എന്തെന്ന് പറയുന്നത് ന്യൂട്രിയൻറ്റ് ക്ലെയിം എന്ന് പറയുന്നത്. അല്ലെ, അതിലുള്ള ന്യൂട്രിയൻറ്റിനെ ക്ലെയിം ചെയ്ത് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസിനെ പറയുന്നതാണ്. ഫുഡിലുള്ള ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസിനെ. കലോറീസ് ആണ് നമ്മൾ ലോ ഇൻ കലോറീസ് എന്ന് പറയും. ഷുഗർ ഫ്രീ ആണെങ്കിൽ ഷുഗർ ഫ്രീ എന്ന് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കും. സോഡിയം കുഴപ്പം ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പിന്നെ സോഡിയം, ലോ സോഡിയം എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം ന്യൂട്രിയൻ ക്ലെയിം മെൻഷൻ ചെയ്തേക്കണം. ന്യൂട്രിയൻ ക്ലെയിം എന്നുള്ളത് മെൻഷൻ ചെയ്തേക്കണം. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിസ്ക് റിഡക്ഷൻ. നമുക്കറിയാം ഈ അലർജൻ ഇത് കൊടുക്കും നമ്മൾ അല്ലെ, അലർജൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കും, അലർജൽ വാർണിംഗ് കൊടുക്കും. അതായത് ഇപ്പം എന്തെങ്കിലും പീനട്ട്സ് ഒക്കെ ചേർത്തുള്ള ഒരു ചോക്ലേറ്റ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ, ആൽമണ്ട്സ് അങ്ങനെയുള്ള ചോക്ലേറ്റ് ഒക്കെ നമ്മൾ മെയ്ഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അലർജൻ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുത്തിരിക്കും അല്ലേ. എന്തൊക്കെയാ പീനട്ട്, ആൽമണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കൊടുക്കും. കാരണം ചിലവർക്ക് അത് എന്താണ്, അല്ലെങ്കിൽ മിൽക്കിൻ്റെ കണ്ടന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ എന്താണ് ചിലർക്ക് അലർജിയാണ്, അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ്, പാലിന് മിൽക്കിൻ്റെ കമ്പോണൻറ്റാണ് അലർജി ഉള്ളതിനെയാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ ലാക്ടോസ് ഷുഗറിനോട് ഇൻടോളറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അലർജൽ ഇൻഫോർമേഷൻ റിഡക്ഷൻ റിസ്കിൽ നമ്മൾ റിസ്ക് റിഡക്ഷനിൽ നമ്മൾ അതിൽ പറഞ്ഞിരിക്കണം. ഏതൊക്കെയാ കൺസെപ്ഷൻ ഓഫ് ഫുഡ് സിഗ്നിഫിക്കലി ഓൾട്ടറിങ് എ മേജർ റിസ്ക് ഫാക്ടർ ഫോർ എ ഡിസീസ് ഓർ ഹെൽത്ത് റിലേറ്റഡ് കണ്ടീഷൻ അല്ലേ. അലർജി അതാണ് അലർജൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അലർജൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം, പിന്നെ അലർജൽ വാർണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം അതിൽ പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഹെൽത്ത് ക്ലെയിംസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ക്ലെയിം, ന്യൂട്രീഷൻ ക്ലെയിം ആൻഡ് റിസ്ക് റിഡക്ഷൻ. എന്താണ് ഹെൽത്ത് ക്ലെയിം എന്ന് പറയുന്നത്? ഹെൽത്ത് ക്ലെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫുഡോ അല്ലെങ്കിൽ ഫുഡിലുള്ള കോൺസ്റ്റിറ്റ്യുവൻറ്റോ ആൻഡ് ആ ഹെൽത്തും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹെൽത്ത് ക്ലെയിം എന്ന് പറയുന്നത്. ന്യൂട്രിയൻ ക്ലെയിം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസിനെ പറ്റി പറയണം. അതിലിപ്പോൾ ഫാറ്റ് ഫ്രീ ആണെങ്കിൽ ലോ ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ എന്ന് പറയണം. പിന്നെ ഷുഗർ ലോ ഷുഗർ ആണെങ്കിൽ ലോ സോഡിയം, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. റിസ്ക് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അലർജൽ ഇൻഫോർമേഷൻ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനിയും ഇതിൽ കുറച്ച് ടാബ്ലാക്കളുണ്ട്. ഇതിൽ ഓരോ ന്യൂട്രിയൻസും അതിൻ്റെ ക്ലെയിമും കണ്ടീഷൻസും ആണ് നമ്മൾ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടാബ്ലാർ കോൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കണം. ആദ്യത്തേത് നോക്കിക്കേ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആണല്ലോ. ഇത്രയും ഇനി ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത്രയും നമുക്ക് ഓക്കെ ആണല്ലോ. എന്താണ് ന്യൂട്രീഷണൽ ലേബലിംഗ് എന്ന് പറഞ്ഞു, എന്തായിരുന്നു ന്യൂട്രീഷണൽ ലേബലിംഗ് എന്ന് പറഞ്ഞു, ന്യൂട്രീഷണൽ പാനൽ ഇൻഫോർമേഷൻ, ന്യൂട്രീഷണൽ ഫാക്ട്സ്, ഒരു ലേബൽ, ഒരു പാക്കേജിങ്ങിൽ നമ്മൾ ന്യൂട്രിയൻസിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ, എന്തൊക്കെ ന്യൂട്രിയൻസ് അതിൽ അടങ്ങിയിട്ടുണ്ട്, ന്യൂട്രിയൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ സെർവിങ് സൈസ്, പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ക്ലെയിംസ് ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതെന്ന് പറഞ്ഞു ന്യൂട്രീഷണൽ ലേബലിംഗ് എന്ന് പറയുന്നത്. ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ പാനൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പർപ്പസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെന്താ ഓരോ ഇതിൻ്റെ ക്ലെയിംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എന്തൊക്കെ കണ്ടന്റ് ന്യൂട്രിയൻ ഡിക്ലറേഷനിൽ വരുമെന്ന് പറഞ്ഞു. പിന്നെ സെർവിങ് സൈസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഏതൊക്കെയാണ് എന്താണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ന്യൂട്രീഷണൽ ഫാക്ട്സ്, ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത സബ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് പ്രൊഡക്ട്സ് ഒന്നും, ജാഗറി, പിന്നെ ഷുഗർ, സോൾട്ട്, സ്പൈസസ് അങ്ങനെയുള്ള സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നോൺ ന്യൂട്രിറ്റീവ് പ്രൊഡക്ട്സ് ആയി കോഫി, ടീ, കോണ്ടിമെൻറ്റ്സ് അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ന്യൂട്രീഷൻ ഫാക്ട്സ് കൊടുക്കുന്നില്ല. പാക്കേജ്ഡ് ഫ്രഷ് പ്രോഡക്ട്സിൽ കൊടുക്കുന്നില്ല. റോ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസിൽ കൊടുക്കുന്നില്ല. ഫുഡ്സ് പിന്നെ ഇമ്മീഡിയറ്റ് കൺസപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ഫുഡിൽ ഉണ്ടാവില്ല. പിന്നെ ബൾക്കായിട്ട് ഷിപ്പിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, അതായത് കൺസ്യൂമേഴ്സിന് അങ്ങനെ തന്നെ സെയിൽ ചെയ്യാണ്ട് ബൾക്കായിട്ട് കൊണ്ടുപോകുന്ന ഫുഡ് ഐറ്റംസ്, ഷിപ്പിൽ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസിനും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന എന്ത് കൊടുക്കുന്നില്ല, ഫുഡ് ന്യൂട്രീഷണൽ ഫാക്ട്സ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഫാക്ട് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കണമെന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ
ക്ലെയിംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഹെൽത്ത് ക്ലെയിം എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ക്ലെയിം എന്ന് പറയുമ്പം എന്താ ഫുഡും അല്ലെങ്കിൽ ഫുഡിലുള്ള കോൺസ്റ്റുവൻറ്റും ഹെൽത്തും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ഹെൽത്ത് ക്ലെയിം എന്ന് പറയുന്നത്. ന്യൂട്രിയൻ ക്ലെയിം എന്ന് പറയുമ്പോൾ ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസിനെ പറ്റിയുള്ള ഫാക്ട്സ് ആണ് ന്യൂട്രീഷണൽ ക്ലെയിം എന്ന് പറയുന്നത്. റിസ്ക് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ അലോജൽ ഇൻഫോർമേഷൻ. ഇത്രയും നമ്മൾ ക്ലെയിംസ് എന്ത് ചെയ്തിരിക്കണം, ഈ പറയുന്ന ന്യൂട്രീഷണൽ ഫാക്ട് ഇൻഫോർമേഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം.